ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് മനുഷ്യ ശരീരവും അതിൻ്റെ അടിസ്ഥാന വസ്തുതകളെയും പറ്റി PSC പരീക്ഷകളിൽ മുൻവർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമാണ് അല്ലേ? എന്തായിരിക്കും ഉത്തരം അതിൻ്റെ? കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓസ്റ്റിയോളജി. എന്താണ്? ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി ആണ് അസ്ഥികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. എന്താണ്? ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി എന്നാണ് അസ്ഥികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് മനുഷ്യനിൽ അസ്ഥി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. മറന്നു പോകരുത്, കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. എന്തൊക്കെയാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും കൊണ്ടാണ് മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി. അപ്പോൾ അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകമാണ് ജീവകം ഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും കൊണ്ടാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമായ ജീവകമാണ് ജീവകം ഡി എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? എന്താണ്? എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സോഡിയം, രണ്ടാമത്തെ ഓപ്ഷൻ കാൽഷ്യം, 3 മഗ്നീഷ്യം, ഡി. ഇവയൊന്നുമല്ല. ഇതിലേതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം? ഏതാണ്? കാൽഷ്യം. അപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? കാൽഷ്യമാണ്. ഇനി നോക്കാം നമുക്ക്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? എന്താണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? കാൽഷ്യം. കാൽഷ്യം. അപ്പോൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓർത്തോണം, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഓക്സിജൻ എന്നാണ്. അപ്പോൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം എന്ന് ചോദിച്ചാൽ കാൽഷ്യവും, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ അതിന് ഓക്സിജൻ എന്നാണ് ഉത്തരം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ വസ്തു ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തിന് വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. എന്താണ്? ക്യാപ്സ്യൂൾ. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മറന്നു പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഓക്കെ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം എന്ന് ചോദിച്ചാൽ കാൽഷ്യവും, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഓക്സിജനുമാണ്. ആ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മാലിയസ്, സ്റ്റേപ്സ്, റേഡിയസ്, ഇൻകസ്. ഇതിലെ ഏതാണ് ഏറ്റവും ചെറിയ അസ്ഥി? ഏതാണ്? സ്റ്റേപ്സ് ആണ് അല്ലേ? സ്റ്റേപ്സ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്നറിയപ്പെടുന്നത്. ഓക്കെ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഓക്കെ. അതിൽ സ്റ്റേപ്സ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്നറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫിമർ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? തുടയെല്ലിലെ അസ്ഥിയാണത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്സ് എന്നറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫിമർ അഥവാ തുടയെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. മറന്നു പോകരുത്.
നെക്സ്റ്റ് നോക്കാം, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? എത്ര അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത്? 206. എത്രയാണ്? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത്. നോക്കാം, കുട്ടികളിലെ ആകെ അസ്ഥികളുടെ എണ്ണം, കുട്ടികളിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300ഓളം. എത്രയാണ്? 300ഓളമാണ് കുട്ടികളിലെ ആകെ അസ്ഥികളുടെ എണ്ണം. അപ്പോൾ കുട്ടികളിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 300. എന്നാൽ മുതിർന്ന ഒരാളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 206. കുട്ടികളുടെ എന്ന് എടുത്ത് ചോദിച്ചാലാണ് 300 എഴുതേണ്ടത്. അല്ലാതെ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 206 എഴുതേണ്ടത്, മറന്നുപോകരുത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ്? ആകെ എത്ര പേശികളുണ്ട്? 639. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളെ എന്തെന്നാണ് വിളിക്കുന്നത്? അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് അഥവാ അല്ലെങ്കിൽ ഓസ്റ്റിയോസൈറ്റ്. എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ് എന്നിങ്ങനെയാണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേര്. എന്തൊക്കെയാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോസൈറ്റും. ഓക്കെ, ഇനി അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ എത്രയാണ്? 126. അങ്ങനെ ടോട്ടലാണ് 206 അസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 80ഉം അനുബന്ധ അസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 126ഉമാണ്. അങ്ങനെയാണ് മൊത്തം അസ്ഥികൾ 206 എന്ന് പറയുന്നത്. ഇനി നോക്കാം. ഓക്കെ, തലയോട്ടി. നമ്മൾ തലയോട്ടിയുടെ കാര്യം എടുത്താൽ തലയോട്ടിയിൽ മൊത്തം 29 അസ്ഥികളാണുള്ളത്. ഓക്കെ, തലയോട്ടിയിൽ മൊത്തം 29 അസ്ഥികളാണുള്ളത്. ഈ തലയോട്ടിയിൽ ഏക മൂവബിൾ ബോൺ അഥവാ ചലിക്കുന്ന ഒരേ ഒരു അസ്ഥിയാണുള്ളത്. അത് മാൻഡിബിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തലയോട്ടിയിലെ ചലിക്കുന്ന ഏക അസ്ഥിയേ ഉള്ളൂ, അതിനെ മാൻഡിബിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തലയോട്ടി മുഴുവനായിട്ട് എടുത്താൽ അതിൽ 29 അസ്ഥികളുണ്ട്. എന്നാൽ 14 ഫേഷ്യൽ ബോൺസ് ആണ്. മുഖാസ്ഥികൾ എത്രയാണ്? 14 ഫേഷ്യൽ ബോൺസ് എത്രയാണ്? 14 മുഖാസ്ഥികളാണ്. ഇനി ഇയർ ഓസിക്കിൾസ് അഥവാ ചെവിക്കുള്ളിലെ എല്ലുകൾ എത്രയാണ് മൊത്തം? ഒരു ചെവിയിൽ 3 മറ്റേ ചെവിയിൽ 3 നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. അപ്പോൾ ഒരു ചെവിയിൽ 3 ഇൻകസ്, മാലിയസ്, സ്റ്റേപ്സ്. അങ്ങനെ ചെവിയിൽ മൊത്തമുള്ള അസ്ഥികൾ എത്രയാണ്? ഒരു ചെവിയിൽ 3, രണ്ടിടത്തും കൂടി 6. അപ്പോൾ ഫേഷ്യൽ ബോൺസ് എത്രയാണ്? ഫേഷ്യൽ ബോൺസ് 14 ചെവിയിലുള്ള അസ്ഥികൾ എത്രയാണ്? 6. ഇനി ഇതിന് താഴെയായിട്ട് ഇവിടെ ഒരു ബോൺ കണ്ടോ? ഈ ഒരു ബോൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹയോയിഡ്. എന്താണ്? ഈ ഒരു ബോണിനെ വിളിക്കുന്ന പേരെന്താണ്? ഹയോയിഡ്. ഹയോയിഡ് എത്ര ബോണാണ്? ഒരു ബോണാണ് ഹയോയിഡ് എന്നറിയപ്പെടുന്നത്. ഈ എല്ല് നമ്മൾ പറഞ്ഞില്ലേ, ചലന സ്വാതന്ത്ര്യമുള്ള ഏക എല്ല്, തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക എല്ലാണ് മാൻഡിബിൾ. ഓക്കെ, മാൻഡിബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫേഷ്യൽ ബോൺസ് 14, ചെവിയിലെ അസ്ഥികൾ 6, പിന്നെ ഹയോയിഡ് ഒരു ബോൺ. ഇനി തലയോട്ടിയിൽ എത്ര അസ്ഥികളാണുള്ളത്? തലയോട്ടിയിൽ 8 അസ്ഥികളാണ് ഉള്ളത്. തലയോട്ടിയിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഏതൊക്കെയാണ്? സ്ഫിനോയിഡ് അസ്ഥി, എത്മോയിഡ് അസ്ഥി, ലാക്രിമൽ അസ്ഥി, നാസിക അസ്ഥി, സൈഗോമാറ്റിക് അസ്ഥി, ടെമ്പോറൽ അസ്ഥി, ഓസിപിറ്റൽ അസ്ഥി, ഓസിപിറ്റൽ കോണ്ടൈൽ. ഇത്രയുമാണ്
തലയോട്ടിയിലെ അസ്ഥികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ തലയോട്ടിയെ ക്രേനിയം എന്നറിയപ്പെടുന്നു. തലയോട്ടിയെ കുറിച്ചുള്ള പഠനം എന്തെന്നറിയപ്പെടുന്നു? ക്രേനിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫ്രിനോളജി എന്നാണ് ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? ഈ ബോൺസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ മൊത്തമുള്ള അസ്ഥികൾ എത്രയാണ്? 29 അസ്ഥികളാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കാം, നമ്മുടെ വെർട്ടിബ്രൽ കോളം, നട്ടെല്ല്. നട്ടെല്ലിൽ ആകെ ഉള്ളത് നോക്കാം. ഈ ഫസ്റ്റ് 2 ബോൺ എന്താണ് അതിന് പേര് പറയുന്നത്? അറ്റ്ലസും ആക്സിസും. അറ്റ്ലസ് എന്ന് പറയുന്ന ആദ്യത്തെ ബോണും അടുത്ത ബോൺ എത്രയാണ്? ആക്സിസ് ആണ്. അറ്റ്ലസും ആക്സിസും. ഇനി ഏറ്റവും അറ്റത്ത് ഒരു ബോണുണ്ട്, അത് ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേര് കോക്കിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കോക്കിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ള ബോണ് കോക്കിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. നട്ടെല്ലിലെ ഏറ്റവും ആദ്യമുള്ളത് അറ്റ്ലസ് എന്നും രണ്ടാമത്തേത് ആക്സിസ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നട്ടെല്ലിൽ ആകെയുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 33 അസ്ഥികളാണ് നട്ടെല്ലിൽ കാണപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് നോക്കാം. ഇനി റിബ്സിന്റെ കാര്യം എടുക്കാം, നമ്മുടെ വാരിയെല്ലുകളുടെ കാര്യം എടുക്കാം. വാരിയെല്ലുകൾ എത്ര വാരിയെല്ലാണ് ഉള്ളത്? എത്ര വാരിയെല്ലുണ്ട്? 24 വാരിയെല്ലുകളാണ് ഉള്ളത്. 24 വാരിയെല്ലുകളാണ് ഉള്ളത്. ഇതിൽ നടുക്കുകൂടെ ഒരു ബോൺ വന്നിരിക്കുന്നു. ഈ ബോണ് ഇതിനെ വിളിക്കുന്ന പേരാണ് മാറല്ല് അഥവാ സ്റ്റേണം എന്ന് വിളിക്കുന്നു. എന്താണ്? സ്റ്റേണം. സ്റ്റേണം അഥവാ മാറല്ല് എന്നാണ് വിളിക്കുന്നത്. സ്റ്റേണം എത്രയാണ്? ഒരെണ്ണമാണ് ഉള്ളത്. സ്റ്റേണം ഒരെണ്ണം. റിബ്സ് എത്രയാണ്? റിബ്സ് 24 എണ്ണമാണ് ഉള്ളത്. വാരിയെല്ലുകൾ മൊത്തം എത്രയാണുള്ളത്? 24 വാരിയെല്ലുകളാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓരോ കൈയിലും എത്ര അസ്ഥികളാണുള്ളത്? ഓരോ കൈയിലും ഒരു കൈയിൽ 30 അസ്ഥികളും 2 കൈയിലും കൂടി എത്രയാണുള്ളത്? 2 കൈയിലും കൂടി 60 അസ്ഥികളാണുള്ളത്. കാലിലാണെങ്കിലോ ഒരു കാലിൽ 30 അസ്ഥിയും 2 കാലിലും കൂടി മൊത്തം 60 അസ്ഥികളുമാണ് ഉള്ളത്. അപ്പോൾ മൊത്തം 2 കൈയിലും കൂടി 60 അസ്ഥികളും 2 കാലിലും കൂടി 60 അസ്ഥികളുമാണ് ഉള്ളത്. അപ്പോൾ ആക്ച്വൽ സ്കെൽറ്റനിലെ അക്ഷാസ്ഥികൂടത്തിൽ മൊത്തം എത്ര അസ്ഥികളാണ്? 80 അസ്ഥികളും അനുബന്ധ അസ്ഥികളിലെ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനിലെ മൊത്തം എത്രയാണ്? 126 അസ്ഥികളുമാണ് ഉള്ളത്. ഇത് ക്ലിയർ അല്ലേ? ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട അസ്ഥികളുടെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഷോൾഡർ ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ആണ്. ക്ലാവിക്കിളിനെയാണ് ഷോൾഡർ ബോൺ എന്നറിയപ്പെടുന്നത്. ഷോൾഡർ ബോണിന്റെ പേരെന്താണ്? ക്ലാവിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിന് പുറകിലായിട്ട് ഒരു എല്ലുണ്ട്. ഈ ആകൃതിയിൽ കാണപ്പെടുന്ന എല്ലിന് എന്താണ് പറയുന്നത്? സ്കാപ്പുല. എന്താണ്? സ്കാപ്പുല. സ്കാപ്പുല. അപ്പോൾ ഷോൾഡർ ബോണിനെ ക്ലാവിക്കിൾ എന്നറിയപ്പെടുന്നു. ഇതിന് പുറകിലായിട്ടുള്ള ഒരു എല്ലിനെ സ്കാപ്പുല എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അപ്പർ ആം, ഈ മെഗൾ ഭാഗത്തുള്ള ഈ എല്ല്, ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമറസ്. എന്താണ്? ഹ്യൂമറസ്. ഹ്യൂമറസ് എന്നാണ് ഈ അപ്പർ ആമിലുള്ള എല്ലിനെ അറിയപ്പെടുന്ന പേര്. എന്താണ്? ഹ്യൂമറസ്. ഇനി ലോവർ ആമിൽ 2 എല്ലുകളാണ് ഉള്ളത്. അതിൽ ഒരസ്ഥി റേഡിയസ് എന്നറിയപ്പെടുന്നു, മറ്റേത് അൾന എന്നറിയപ്പെടുന്നു. എന്താണ്? അൾന എന്നറിയപ്പെടുന്നു. അപ്പം റേഡിയസും അൾനയും എവിടുത്തെ അസ്ഥികളാണ്? കൈയിലെ അസ്ഥികളാണ്. ഓക്കെ, ഇനി നോക്കാം. നമ്മുടെ മണിബന്ധം അഥവാ റെസ്റ്റിൽ എത്ര എല്ലുകളാണുള്ളത്? 8 എണ്ണം. കാർപ്പൽസ് എന്നറിയപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കാർപ്പൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കാർപ്പൽസ് എന്നാണ് മണിബന്ധത്തിലെ അസ്ഥികളെ വിളിക്കുന്ന പേര്. ഇനി കൈപ്പത്തി മെറ്റാകാർപ്പൽസ് എന്നാണ് വിളിക്കുന്നത്. മെറ്റാകാർപ്പൽസിൽ മൊത്തം 5 ബോൺസ് ആണുള്ളത്. 5 ബോൺസ് ആണ് മെറ്റാകാർപ്പൽസിൽ ഉള്ളത്. എന്നാൽ ഫാലഞ്ചസിലാണെങ്കിലോ കൈവിരലുകളെ വിളിക്കുന്ന പേരാണ് ഫാലാഞ്ചസ് എന്നറിയപ്പെടുന്നത്. ഫാലാഞ്ചസിലാണെങ്കിൽ മൊത്തം 14 ബോണുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു കൈ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷോൾഡർ ബോൺ ഉണ്ട്. ഷോൾഡർ ബോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാവിക്കിൾ. അതിൻ്റെ പുറകിലായിട്ടുള്ള ഒരു അസ്ഥിയാണ് സ്കാപ്പുല എന്നറിയപ്പെടുന്നത്.
തൊട്ട് താഴെയായിട്ട് അപ്പർ ആമിൽ കാണപ്പെടുന്ന എല്ലിന്റെ അസ്ഥിയുടെ പേരാണ് ഹ്യൂമറസ് എന്നറിയപ്പെടുന്നത്. അതിന് തൊട്ട് താഴെ ലോവർ ആമിൽ 2 അസ്ഥികളാണുള്ളത്. ഒന്ന് റേഡിയസും രണ്ടാമത്തത് അൾനയും. അതിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് കാർപ്പൽസ് എന്നറിയപ്പെടുന്നത്. എത്ര ബോൺസ് ആണ്? 8 ബോൺസ് ആണ് കാർപ്പൽസ്. മെറ്റാ കാർപ്പൽസ് എത്ര ബോൺസ് ആണ്? 5 ബോൺസ് ആണ് മെറ്റാ കാർപ്പൽസ് എന്നറിയപ്പെടുന്നത്. ഇനി ഫലാഞ്ചസ് എന്നറിയപ്പെടുന്ന കൈ വിരലുകളുടെ അസ്ഥികളുടെ എന്ന് പേരാണ് പറയുന്നത് ഫലാഞ്ചസ്. ഫലാഞ്ചസ് എത്ര എണ്ണമാണുള്ളത്? 14 ബോൺസ് ആണ് ഫലാഞ്ചസ്. ഓക്കെ, അപ്പോൾ കാലിന്റെ കേസ് നോക്കാം നമുക്ക്. കാലിൽ ഫസ്റ്റ് വരുന്നത് ഇലിയം, ഇഷ്ടിയം, പ്യൂബിസ്. അങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്ന 3 ബോൺസ് ആണ് അവിടെ വരുന്നത്. ഇലിയം, ഇഷ്ടിയം, പ്യൂബിസ്. ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ്. അങ്ങനെ വരുന്ന 3 ബോൺസ് ആണ് കാലിന്റെ ആദ്യ ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. ഇനി മുകളിലുള്ള ഈ തുടയെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിമർ. ഏതാണ്? ഫിമർ. ഏറ്റവും വലിയ അസ്ഥി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഫിമർ എന്നറിയപ്പെടുന്നത്. അപ്പൊ തുടയെല്ലിനെ പറയുന്ന പേരാണ് ഫിമർ എന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് മുട്ടിന്റെ ഭാഗത്തായിട്ട് ഒരെല്ലുണ്ട്. മുട്ടെല്ല് അഥവാ ചിരട്ട, മുട്ടിന്റെ ചിരട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് പാറ്റെല്ല. പാറ്റെല്ല. എന്താണ്? പാറ്റെല്ല എന്നാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, പാറ്റെല്ല എന്നാണ് മുട്ടുചിരട്ടയെ വിളിക്കുന്നത്. അതിന് താഴെയായിട്ട് കണങ്കാലിൽ 2 അസ്ഥികളാണുള്ളത്. ടിബിയ, ഫിബുല. ഏതൊക്കെയാണ്? ടിബിയ, ഫിബുല. ടിബിയ, ഫിബുല എന്നീ 2 അസ്ഥികളാണ് കണങ്കാലിൽ കാണപ്പെടുന്നത്. അപ്പോൾ കണങ്കാലിലെ അസ്ഥികൾ എത്രയാണ്? 2 എണ്ണമാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ടാർസൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അതിൻ്റെ കാൽക്കുഴ വരുന്ന ഭാഗമാണ് ടാർസൽസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കൈപ്പത്തിയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കാർപ്പൽസ് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ ഇവിടെ ടാർസൽസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ്? ടാർസൽസ്. ടാർസൽസിൽ മൊത്തം 7 ബോൺസ് ആണുള്ളത്. ടാർസൽസിൽ എത്ര ബോൺസ് ആണുള്ളത്? 7 എണ്ണം. ഇനി മെറ്റാടാർസൽസിലോ? മെറ്റാടാർസൽസിൽ മൊത്തം 5 ബോൺസ് ആണുള്ളത്. മെറ്റാടാർസൽസിൽ 5 ബോൺസ് ആണുള്ളത്. കാൽ വിരലുകൾ, ഫലാഞ്ചസ്. ഇവിടെയും ഫലാഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കയ്യിലെ അസ്ഥികളും ഫലാഞ്ചസ് ആണ്, കാലിലെ വിരലുകളും ഫലാഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫലാഞ്ചസിൽ എത്രയുണ്ട്? 14 എണ്ണം. ഓക്കെ, അങ്ങനെ മൊത്തം കാലിൽ എത്ര ബോൺസ് ആണുള്ളത്? ഒരു കാലിൽ 30 ബോൺസും ഒരു കയ്യിൽ 30 ബോൺസും, രണ്ടിടത്തും കൂടി മൊത്തം 120 ബോൺസ് ആണുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ കണങ്കാലിലെ അസ്ഥികൾ നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചതാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കണങ്കാലിലെ അസ്ഥികൾ എന്ന് പറയുന്നത്? ഫിബുലയും ടിബിയയും. ഇതിൽ ടിബിയയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഇതിൽ കമ്പാരിറ്റീവ്ലി വലിയ അസ്ഥിയാണ് ടിബിയ എന്ന് വിളിക്കുന്നത്. ഫിബുല എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും. ഓക്കെ, ഇനി കണങ്കൈയിലെ അസ്ഥികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റേഡിയസും അൾനയും. കണ്ടോ, റേഡിയസും അൾനയും ഓർത്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയെ വിളിക്കുന്ന പേരെന്ത്? എന്താണ് ക്വസ്റ്റ്യൻ? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഒരസ്ഥി ഇങ്ങനെ വന്നിരിക്കുന്നു, മറ്റൊരസ്ഥി ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശങ്ങളിലേക്കും തിരിയുന്നു. ഇത് ഇങ്ങോട്ടും പോകും, തിരിച്ചും വരും. ഓക്കെ, ഇരുവശങ്ങളിലേക്കും തിരിയുന്നു. അങ്ങനത്തെ ഉള്ള സന്ധിയെ വിളിക്കുന്ന പേര് എന്താണ്? കീലസന്ധി എന്നാണ് വിളിക്കുന്നത്. എന്താണ്? കീലസന്ധി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായി സന്ധികൾ അവയുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരം തിരിച്ചിരിക്കുന്നു. അപ്പോൾ സന്ധികളെ അവയുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സൈനോവിയൽ സന്ധികൾ. ഒന്നാമത്തേത് എന്താണ്? സൈനോവിയൽ സന്ധികൾ അഥവാ സൈനോവിയൽ ജോയിൻസ്. ഇനി തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി. എന്താണ് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി? അഥവാ ഫൈബ്രസ് ജോയിൻസ് എന്ന് വിളിക്കുന്നു. ഫൈബ്രസ് ജോയിൻസ്. ഇനി തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധികൾ. എന്താണ് തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധികൾ? അഥവാ കാർട്ടിലേജീനിയസ് ജോയിൻസ് എന്ന് വിളിക്കുന്നു. കാർട്ടിലേജീനിയസ് ജോയിൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ജോയിൻസ് ആണുള്ളത്? സൈനോവിയൽ സന്ധികൾ, തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി, തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധികൾ. ഇതാണ്
3 പ്രധാനപ്പെട്ട സന്ധികൾ എന്നറിയപ്പെടുന്നത്. ഇനി സൈനോവിയൽ സന്ധി എന്തിനാണ് സഹായിക്കുന്നത്? സഞ്ചാരത്തിനും മറ്റനവധി ചലനങ്ങൾക്കും സഹായിക്കുന്ന ഒരു സന്ധിയാണ് സൈനോവിയൽ സന്ധി എന്നറിയപ്പെടുന്നത്. നമുക്ക് സഞ്ചരിക്കാനും കൈകാലം അനക്കാനും ഒക്കെ സഹായിക്കുന്ന സന്ധിയാണ് സൈനോവിയൽ സന്ധി എന്നറിയപ്പെടുന്നത്. അടുത്തതായി തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി അഥവാ ഫൈബ്രസ് ജോയിൻസ് എന്തിനാണ് സഹായിക്കുന്നത്? ഇത് ഒരു ചലനവും സാധ്യമല്ലാത്ത അസ്ഥികളാണ് ഈ തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി എന്നറിയപ്പെടുന്നത്. ഇത് തലയോട്ടിലെ അസ്ഥികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് എന്താണ് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം. എന്തെങ്കിലും മൂവ്മെന്റ്സിന് പറ്റുമോ ഇതിൽ? ഇല്ല. അപ്പോൾ ഫൈബ്രസ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചലനത്തിനും സാധ്യമാകാത്ത സന്ധികളെയാണ് ഫൈബ്രസ് ജോയിൻസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ സൈനോവിയൽ സന്ധി ആണെങ്കിലോ കണ്ടോ, എല്ലാ ചലനങ്ങൾക്കും സാധ്യമാകുന്ന ഒരു സന്ധിയാണ് സൈനോവിയൽ സന്ധി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം, തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധി. എന്താണ് തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധി എന്ന് പറയുമ്പോൾ? അസ്ഥികൾ പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്തോടെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. അപ്പോൾ തരുണാസ്ഥികളുടെ സഹായത്തോടെ അസ്ഥികൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന സന്ധികളെ അറിയപ്പെടുന്ന പേരാണ് തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധി അഥവാ കാർട്ടിലേജീനിയസ് ജോയിൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്താണ്? അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധിയാണ് തരുണാസ്ഥി നിർമ്മിതമായ സന്ധിക്ക് ഉദാഹരണം. നമ്മൾ ഈ പിക്ചറിൽ കാണണമല്ലോ, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ജോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? കാർട്ടിലേജീനിയസ് ജോയിൻസ്. ഓക്കെ, നോക്കാം നമുക്ക്. പ്രധാനമായിട്ടും കാർട്ടിലേജിനസ് ജോയിൻസ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ നട്ടലിൻ്റെ കശേരുക്കൾക്ക് ഇടയിൽ, പിന്നെ എവിടെ? മാറലിൻ്റെ ഈ ഭാഗത്തായിട്ട്, പിന്നെ നമ്മുടെ പ്യൂബിയസ് ബോണൊക്കെ വരുന്ന ഈ ഭാഗത്തായിട്ട്. പ്രധാനമായിട്ടും ഏത് കാർട്ടിലേജിനസ് ജോയിൻസ് അഥവാ തരുണാസ്ഥി നിർമ്മിതമായ സന്ധികൾ കാണപ്പെടുന്നത് ഇവിടെയൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര് ടെൻഡൻ. എന്താണ്? ടെൻഡൻ. അപ്പോൾ ടെൻഡൻ എന്തിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ബോൺ ടു മസിലാണ്. ബോൺ ടു മസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ആണ്. എന്നാൽ രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്ത് വിളിക്കുന്നു? സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ് എന്ന് വിളിക്കുന്നു. എന്താണ്? ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ എന്നാണ് വിളിക്കുന്നത്. ബോൺ ടു ബോൺ. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലിഗമെന്റ്സ് എന്നും ഒരസ്ഥി മസിലുമായിട്ട് അല്ലെങ്കിൽ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ടെൻഡൻ എന്നും വിളിക്കുന്നു. എൽ എന്നല്ലേ നമ്മൾ ബോണിനെ പറയാറ്. അപ്പോൾ എൽ ടു എൽ, ഇവിടെ എല്ലുണ്ടല്ലോ, അപ്പം ലിഗമെന്റ്സ് എന്ന് കിട്ടും അഥവാ സ്നായുക്കൾ എന്ന് കിട്ടും. അപ്പം അതങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, എല്ലിനെ എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? ലിഗമെന്റ്സ്, സ്നായുക്കൾ. ഓക്കെ, ബോൺ ടു മസിൽ ആണെങ്കിൽ അത് ടെൻഡൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കാം, സൈനോവിയൽ ജോയിൻസ് പ്രധാനമായിട്ടും 6 വിധത്തിലുണ്ട്. സൈനോവിയൽ ജോയിൻസ് പ്രധാനമായിട്ടും 6 വിധത്തിലാണുള്ളത്. അതിൽ 4 മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കീലസന്ധി. എന്നാണ്? പിവോട്ട് ജോയിന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ് കീലസന്ധി? ഇത് എല്ലാ വശത്തേക്കും തിരിയാനായിട്ട് സഹായിക്കുന്നു അഥവാ നാനാവിധങ്ങളിൽ നമുക്ക് തിരിയാനായിട്ട് സഹായിക്കുന്നു. പ്രധാനമായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്കിടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ ചലനമൊക്കെ സാധ്യമാകുന്നത്. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ അറ്റ്ലസും ആക്സിസ് എന്ന് പറയുന്ന ബോൺസ്, ഇതിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ കഴുത്തിൽ എത്ര അസ്ഥികളാണ് മൊത്തം ഉള്ളത്? കഴുത്തിൽ മാത്രമായിട്ടും മൊത്തം 7 അസ്ഥികളാണ് കഴുത്തിൽ കാണപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് ആക്സിസ്. ഇത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് എന്ന് വിളിക്കുന്നു. എന്താണ് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്? എന്താണ്? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മുടെ വീട്ടിൻ്റെ കട്ടളകളിലൊക്കെ വിജാഗിരി
എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് കഥവൊക്കെ ഒരു ഡയറക്ഷനിലല്ലേ നമുക്ക് തുറക്കാൻ പറ്റൂ. അപ്പോൾ വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നു. ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്നതാണ് വിജാഗിരി സന്ധി. അതിന് എക്സാമ്പിൾ എന്താണ്? കൈമുട്ടും കാൽമുട്ടും. ഏതൊക്കെയാണ്? കൈമുട്ടും കാൽമുട്ടുമാണ് വിജാഗിരി സന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. കൈമുട്ടും കാൽമുട്ടും ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം, ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അത് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്താണ്? എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം നടക്കുന്നു. അപ്പോൾ ഒരു അസ്ഥി ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കും, മറ്റേ അസ്ഥി ഇതിൻ്റെ അകത്തിരുന്ന് ഫുള്ളാ നമുക്ക് തിരിയാനായിട്ട് സഹായിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഈ സോക്കറ്റിനകത്ത് അകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് സഹായിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. എന്തായിരിക്കും എക്സാമ്പിള്? തോൾ വലയം, ഇടുപ്പെല്ല്, ഇതൊക്കെയാണ് ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഉദാഹരണങ്ങൾ. അടുത്ത ജോയിന്റ് നോക്കാം, തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് വിളിക്കുന്നു. എന്താണ് തെന്നി നീങ്ങുന്ന സന്ധി? ചെറുതായുള്ള ചലനം സാധ്യമാകുന്ന സന്ധികളെയാണ് തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൈക്കുഴ, കാൽക്കുഴ, ഇവയാണ് തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ. അപ്പോൾ ജോയിൻസിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ജോയിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പിവോട്ട് ജോയിന്റ്, അതിന് കീലസന്ധി എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെയുള്ള ജോയിന്റ് ആണ് പിവോട്ട് ജോയിന്റ്. ഇവിടെ ഫ്രണ്ടിലല്ല, ഇതിൻ്റെ പിറകിലാണ്, കഴുത്തിൻ്റെ പുറകിൻ്റെ കഴുത്തിലെ ഭാഗത്താണ് വരുന്നത്. പിവോട്ട് ജോയിന്റ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഗ്ലൈഡിംഗ് ജോയിന്റ്, അതും നമ്മൾ പറഞ്ഞതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഏതാണ്? കശേരുക്കൾക്കിടയിലുള്ള ജോയിൻസ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്? ഗോളര സന്ധി. എവിടെയാണ്? കൈക്കുഴ, തോളല്, ഇടുപ്പല്, ഈ ഭാഗത്താണ് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അടുത്ത ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് വിജാഗിരി സന്ധി എന്നറിയപ്പെടുന്നു. അപ്പോൾ അവസാനത്തെ ഇനിയുള്ളത് ഏതൊക്കെയാണ്? സാഡിൽ ജോയിന്റും കോണ്ടിലോയിഡ് ജോയിന്റ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം പരിയാണ സന്ധി അഥവാ സാഡിൽ ജോയിന്റ്. എന്താണ് ഈ സാഡിൽ ജോയിന്റ് അഥവാ പരിയാണ സന്ധി എന്നറിയപ്പെടുന്നത്? തള്ളവിരലിൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിൽ കാണപ്പെടുന്നതാണ് സാഡിൽ ജോയിന്റ് അഥവാ പരിയാണ സന്ധി. നമ്മളിവിടെ കണ്ടല്ലോ സാഡിൽ ജോയിന്റ്, കണ്ടോ? ഈ ഭാഗത്താണ് സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. സാഡിൽ ജോയിന്റ് അഥവാ പരിയാണ സന്ധി എന്നറിയപ്പെടുന്നത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? തള്ളവിരലിൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലാണ് സാഡിൽ ജോയിന്റ് കാണപ്പെടുന്നത്. ഇനി ഒരു ജോയിന്റ് കൂടെ ഉണ്ടല്ലോ, കോണ്ടിലോയിഡ് ജോയിന്റ് എന്ന് പറയും. എന്താണ് കോണ്ടിലോയിഡ് ജോയിന്റ് എന്ന് പറയും? ഇത് മണിബന്ധത്തിലാണ് കാണപ്പെടുന്നത്. കോണ്ടിലോയിഡ് ജോയിന്റ് എവിടെയാണ് കാണപ്പെടുന്നത്? മണിബന്ധത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ പിക്ചറും കൂടെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് എവിടെയൊക്കെ വരുന്ന ജോയിൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്